സ്റ്റാർട്ടപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ LP UP സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അയ്യങ്കാളിയെക്കുറിച്ചാണ്. ജനനം 1863 ഓഗസ്റ്റ് 28-നാണ്. അച്ഛൻ അയ്യൻ, അമ്മ മാല. അപ്പോൾ അയ്യങ്കാളിയുടെ ജനനം 1863 ഓഗസ്റ്റ് 28-നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരുടെ പേരുകളാണ് മാല, അയ്യൻ. ഇനി അയ്യങ്കാളിയെക്കുറിച്ച് എങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹത്തെ ആളിക്കത്തി തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനായിട്ടാണ് അറിയപ്പെടുന്നത്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ കൂടിയായിരുന്നു അയ്യങ്കാളി. ജനനം 1863 ഓഗസ്റ്റ് 28. ഇദ്ദേഹം ആളിക്കത്തി തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. ആദ്യമായിട്ട് ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായ ആദ്യ ഹരിജൻ കൂടി ആയിരുന്നു അയ്യങ്കാളി. ഇത്രയും പോയിന്റുകളാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. ഞാനിത് പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു. 1938 സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയാക്കി മാറ്റി. അപ്പം 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. പിന്നീട് ഇത് സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയാക്കി മാറ്റിയത് 1938. 1911 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1911. 1915 90-ാം ആണ്ട് സമരം നടന്നു. വേങ്ങാനൂരിൽ 1905 പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. അപ്പോൾ 1915 90-ാം ആണ്ട് സമരം, പിന്നെ 1905 വേങ്ങാനൂരിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 90-ാം ആണ്ട് സമരം പുലയ ലഹള, ഊരുട്ടമ്പല ലഹള എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അത് 1914 ശ്രീമൂലം തിരുനാൾ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്. 90-ാം ആണ്ട് സമരത്തിന് മറ്റു പേരുകളാണ് പുലയ ലഹള, ഊരുട്ടമ്പലം ലഹള. 1937 അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചു. 1941 ജൂൺ 18 അയ്യങ്കാളി മരണമടഞ്ഞു. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകി. അപ്പോൾ അദ്ദേഹം മരിച്ചത് 1941 ജൂൺ 18-നാണ്. ഗാന്ധിജിയും അയ്യങ്കാളിയും കണ്ടുമുട്ടിയത് 1937-നാണ്. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വേങ്ങാനൂരിലെ ചിത്രകൂടം എന്ന സ്ഥലത്താണ്. അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടം. അയ്യങ്കാളി പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളി പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡാണ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് ഇറക്കിയത് 2002 ഓഗസ്റ്റ് 12-നാണ്. അപ്പം മെയിനായിട്ട് ഇത് ചോദിക്കാറുണ്ട്, തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി ഇസ്ര ഡേവിഡാണ്. അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് ഇറക്കിയത് 2002 ഓഗസ്റ്റ് 12-നാണ്. അയ്യങ്കാളി എ ദലിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത് M. നിസാർ ആൻഡ് മീന കന്ദസ്വാമിയാണ്. M. നിസാറും മീന കന്ദസ്വാമിയോട് ചേർന്നിട്ടാണ് അയ്യങ്കാളി എ ദലിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന കൃതി രചിച്ചത്. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. അപ്പം ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ഇവിടെ തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് E.K. നായനാർ ആണ്. E.K. നായനാർ അയ്യങ്കാളിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന അഭിപ്രായം പറഞ്ഞു. ഇനി അയ്യങ്കാളി പങ്കെടുത്ത സമരങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്.
അതിലാദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് വില്ലുവണ്ടി സമരമാണ്. വില്ലുവണ്ടി സമരം എന്താണ്? പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വേങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. അപ്പോൾ വില്ലുവണ്ടി സമരം എന്താണ്? പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അപ്പോൾ അതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വേങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. മറ്റൊന്നാണ് കല്ലുമാല പ്രക്ഷോഭം. കല്ലുമാല പ്രക്ഷോഭത്തിന് മറ്റൊരു പേരുണ്ട്, പേരിനാട്ടു ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് നടന്ന വർഷം 1915 കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലനി. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നു. ഇതിൻ്റെ മുഖ്യ പത്രാധിപനാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന സമരങ്ങളാണ് വില്ലുവണ്ടി സമരം, കല്ലുമാല പ്രക്ഷോഭം, പിന്നെന്താണ് 1912 നെടുമങ്ങാട് ചന്തക്കലാപത്തിന് നേതൃത്വം നൽകി. പിന്നെന്താണ് മുഖപത്രം ഏതാണ്? സാധുജന പരിപാലനി. ഇതിനെ ദളിത് പത്രമായിട്ട് അറിയപ്പെടുന്നു. ഇത്രയുമാണ് അയ്യങ്കാളിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. താങ്ക് യു.